രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനെയും രാഹുലിനെയും കടന്നാക്രമിച്ച ഇടതു മുന്നണി. കോൺഗ്രസിനും ബിജെപിക്കും ഒരേ നയമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്നായിരുന്നു സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയുടെ പ്രതികരണം. എന്നാൽ സിപിഎം ആരോപണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. ബിജെപിക്കും മോദിക്കുമെതിരായ പ്രചരണ രീതിയായിരുന്നു ഇടതുമുന്നണി ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്നത്. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നതോടെ പ്രചരണ രീതിയിൽ കാര്യമായ മാറ്റം വരുത്താനാണ് ഇടതു നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നയങ്ങളെ ചോദ്യം ചെയ്തുള്ള പ്രചരണ രീതിയിലേക്കാണ് ഇടതു നേതാക്കൾ കടന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിലൂന്നിയായിരിക്കും ഇടതു പ്രചരണം. ഒന്ന്, ബിജെപിയെ പരാജയപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ബിജെപിക്ക് ശക്തിയില്ലാത്ത കേരളത്തിൽ വന്ന് എന്തിന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കണം? രണ്ട്, അമേഠിയും വയനാടും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും? അമേഠിയാണ് കർമ്മഭൂമി എന്ന് രാഹുൽ നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കണമോ എന്ന ചോദ്യത്തിലൂന്നിയുള്ള പ്രചരണമായിരിക്കും ഇടതുമുന്നണി നടത്തുന്നത്. ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതെന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. 2009 മുതൽ 2014 വരെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഭരണം, 2014 മുതൽ 2019 വരെ ബിജെപി നേതൃത്വം കൊടുത്ത ഭരണം. ഈ പേരുമാറ്റത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസമുണ്ടായോ? ബിജെപിക്കെതിരായ മതനിരപേക്ഷതയെ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായ എസ് രാമചന്ദ്രൻപിള്ളയും കുറ്റപ്പെടുത്തി. ബിജെപി ശക്തിയായി എതിർക്കാനല്ല, ഇടതുപക്ഷത്തെ എതിർക്കാനാണ് വന്നിരിക്കുന്നത്. ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം വരുന്നത്. എന്നാൽ സിപിഎം ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. നിങ്ങൾ എല്ലാ കാലത്തും ഈ നാട്ടിലെ ബിജെപിയുമായി, ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളുമായി, ഈ രാജ്യ ജനസംഘവുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സിപിഎമ്മിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വഴി കോൺഗ്രസിലേക്ക് പോകാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. മീഡിയ 1, തിരുവനന്തപുരം.